ഇന്ന് ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. 1 കപ്പ് ഗ്രീൻ പീസ്, അതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 2 സ്ലിറ്റ് ഗ്രീൻ ചില്ലി, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി കുക്കർ നമുക്ക് അടച്ചു വെച്ച് 4 വിസിലാണ് വരുത്തുന്നത്. അതിനുശേഷം ഫുള്ള് വിസിൽ പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. പിന്നെ കടുക് 1 ടീസ്പൂൺ, 1 ഏലക്ക, 1 പട്ട, ചെറിയൊരു പട്ട മതി, 2 ഗ്രാമ്പൂ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ 2 വറ്റൽ മുളക്, 6 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് അതാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത്, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ടത്. ചെറിയ തക്കാളി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് സോക്കാകുമ്പോൾ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇനി എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ഒന്നുകൂടി കുക്ക് ചെയ്യുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ. ഇപ്പോൾ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.